നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ട് എല്ലാവർക്കും എൻ്റെ ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ സുഹൃത്തുക്കളെ, 2024 ആദ്യ വീഡിയോ നമ്മൾ ആരംഭിക്കുന്നത് കൂരിയാട് പാടത്ത് നിന്നാണ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ കാണാൻ കഴിയും, കൂരിയാട് പാടത്ത് സർവീസ് റോഡിൻ്റെ വർക്കുകൾ കഴിഞ്ഞിരിക്കുകയാണ്. ഈ ഭാഗത്തൊക്കെ ടാറിങ്ങിൻ്റെ വർക്ക് കഴിഞ്ഞതാണ്. പിന്നെ അതിൻ്റെ മേലെ പൊടിമണ്ണ് വന്നതാട്ടോ. ഇവിടെയൊക്കെ ടാറിങ്ങിൻ്റെ വർക്ക് കഴിഞ്ഞതാണ്. അപ്പോൾ നമ്മൾ കോഴിക്കോട് ഭാഗത്തുനിന്ന് തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന ഭാഗത്താണ് സർവീസ് റോഡിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുള്ളത്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഇവിടെ കുറച്ച് പാലത്തിൻ്റെ മുകളിലൊക്കെ കൂടി കുറച്ച് വർക്കുകൾ തീരാനുള്ളൂ. അതൊരു പക്ഷേ ഇപ്പോൾ തീർക്കാനുള്ള സാധ്യത ഇല്ല. അപ്പോൾ താൽക്കാലികമായിട്ട് സർവീസ് റോഡ് ഈ ആഴ്ച തുറന്നു കൊടുക്കും. എങ്കിലേ കൂരിയാട് പാടത്ത് ബാക്കിയുള്ള വർക്കുകൾ മുന്നോട്ട് പോവുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഓപ്പോസിറ്റ് സൈഡിലും ഇതേപോലെ തന്നെ വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ പഴയ ചെറിയ 2 പാലങ്ങൾ അത്യാവശ്യം വലുതാക്കിയിട്ടുണ്ട്. അതിലൊരു പാലാണ് ഇപ്പോൾ ഇത്. ഒരു പാലം അപ്പുറത്തുണ്ട്. അപ്പോൾ നല്ല അതിമനോഹരമായ കാഴ്ചയാണ്. ഒരു ഭാഗത്ത് പച്ച പരവതാനി വിരിച്ച വയൽ, അതിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ റോഡ് കടന്നു പോവാണ്. അപ്പം നിലവിലെ റോഡിലും സർവീസ് റോഡ് കുറച്ച് താഴ്ചയിലാണ് ഉള്ളത്. മെയിൻ റോഡ് ഇതിലും കുറച്ച് പൊങ്ങിയിട്ടാണ് വരിക. അപ്പോൾ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സാധാരണ കൂരിയാട് മഴക്കാലത്ത് വരുന്ന വെള്ളം വരികയാണെങ്കിൽ സർവീസ് റോഡിലേക്ക് കയറാനുള്ള സാധ്യത നല്ലോണം ഉണ്ട് കേട്ടോ. കാരണം പല മഴക്കാലത്തും ഈ സർവീസ് റോഡിൽ ഏറെ ഹൈറ്റിൽ ഇവിടെ വെള്ളം നിൽക്കാറുണ്ട്. എന്തായാലും അതിനൊക്കെ അവരെന്തെങ്കിലും മാർഗം കണ്ടു കാണുമെന്ന് കരുതുന്നു. അപ്പം ഇനി നമുക്ക് ഇവിടുന്ന് ഓപ്പോസിറ്റ് സൈഡിൽ, അഥവാ കോഴിക്കോട് തൃശ്ശൂർ ഭാഗത്തുനിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന ഈ ഭാഗത്തൊക്കെ സർവീസ് റോഡിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ കുളപ്പുറം കംപ്ലീറ്റ്, ഏകദേശം കുളപ്പുറം മുതൽ തലപ്പാറ പാടം വരെ സർവീസ് റോഡിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോ അത്യാവശ്യം നീണ്ടൊരു വീഡിയോ ആണ്. പഠിക്കൽ വരെയുള്ള വർക്കുകളാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കണ്ട, അവിടുന്ന് ഇങ്ങോട്ട് പോന്നാൽ ഇവിടെ ഈ സർവീസ് റോഡുകളൊന്നും തുറന്നു കൊടുത്തിട്ടില്ല. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തുറന്നു കൊടുക്കും. അതേപോലെ കുളപ്പുറത്ത് തിരൂരങ്ങാടി റോഡ് വന്ന് ചേരുന്ന ജംഗ്ഷനിൽ ഒരു വലിയ ബുദ്ധിമുട്ട് നമ്മൾ പല വീഡിയോയിലും ഇവിടുത്തെ നാട്ടുകാരുടെ സമരങ്ങളൊക്കെ കാണിച്ചിരുന്നു. അത് വിശദമായിട്ട് വീഡിയോ ചെയ്തതാണ്. ഈ ഭാഗത്താണ് ആ പ്രശ്നമുള്ളത്. അപ്പോൾ ഈ ഭാഗത്ത് ചെറിയൊരു ഓവർപാസും കൂടെ, ഒരു പാലം കൂടെ വരാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനൊരു ചില വീഡിയോകളിലൊക്കെ അങ്ങനെ ഒരു സംഭവം കണ്ടിരുന്നു. അതെന്തായാലും കുളപ്പുറത്ത് നിർബന്ധമായിട്ടും വരേണ്ട സംഭവമാണ്. അതെന്തുകൊണ്ട് നമ്മൾ പഴയ വീഡിയോ കണ്ട ആളുകൾക്കൊക്കെ മനസ്സിലാകും. അപ്പോൾ ഇവിടെ ഒന്നും വല്ലാതെ കാണിക്കണില്ല കേട്ടോ. കാരണം ഇവിടെ ആ റോഡ് മുറിച്ചെടുക്കുന്ന പ്രശ്നം കൊണ്ട് താൽക്കാലികമായിട്ട് പണി നിർത്തി വെച്ചിരിക്കുകയാണ്. പിന്നെ ഈ ഓവർപാസിൻ്റെ അടിയൊക്കെ നമ്മൾ ഒരുപാട് പ്രാവശ്യം കാണിച്ചതാണ്. അപ്പോൾ ഇന്ന് അത് വിട്ട് കളിയാണ്. ഇനി മുന്നോട്ടുള്ള കാഴ്ചകളാണ്. ഇവിടുന്ന് വരെ ആയിരുന്നു ഇതുവരെ സർവീസ് റോഡ് ഉണ്ടായിരുന്നത്. പിന്നീട് മെയിൻ റോഡിൽ കൂടെയാണ് ഇപ്പോഴും കോഴിക്കോട് ഭാഗത്തേക്ക് വാഹനങ്ങൾ പോകുന്നത്. എങ്കിൽ 2 ദിവസം കൊണ്ട് ഇവിടുന്ന് മുന്നോട്ട് കാണിച്ചു തരാം. ഈ ഭാഗത്തെ കംപ്ലീറ്റ് സർവീസ് റോഡിൻ്റെ വർക്കുകളും കഴിഞ്ഞിരിക്കുകയാണ്. അടുത്ത വീഡിയോ നമ്മൾ കുളപ്പുറത്തേത് കാണിക്കുമ്പം അപ്പുറത്തപ്പം 3 വരിൻ്റെ വർക്കുകൾ കഴിഞ്ഞാണല്ലോ, അത് നമ്മളത് കാണിച്ചതാണ്. ഇനി കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന 3 വരിയുടെ വർക്കുകളും ഉടനെ ആരംഭിക്കുന്നതായിരിക്കും. സർവീസ് റോഡിലേക്ക് വാഹനഗതാഗതം മാറ്റിവിട്ടാൽ പിന്നീട് മുന്നോട്ട് പോകുമ്പോൾ ഇരുമ്പുചോല പാലത്തിൻ്റെ വർക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇരുമ്പുചോല പാലത്തിൻ്റെ വർക്കുകൾ 2 ഭാഗത്തും സർവീസ് റോഡിൻ്റെ പാലത്തിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം മെയിൻ റോഡിൻ്റെ ഭാഗത്ത് പഴയ പാലം പൊളിച്ചിട്ട് അതിൻ്റെ പുതിയ പാലത്തിൻ്റെ വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട്. പുതിയ പാലത്തിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ടെന്നല്ല, പുതിയ പാലത്തിൻ്റെ വർക്കുകൾ തുടങ്ങിയിട്ടുണ്ട്. അതാ പച്ച കമ്പി ഇങ്ങനെ കാണാം. അപ്പോൾ അവിടെ ഫൗണ്ടേഷൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ VK പടി അണ്ടർപാസിൻ്റെ മുകളിലേക്ക് ടാർ ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്ത്. ഇപ്പോൾ VK പടി ഈ ഭാഗത്തൊക്കെ ആദ്യമേ ടാറിങ് കഴിഞ്ഞതാണ്. എങ്കിലും ഇവിടുന്ന് മുന്നോട്ട് നമ്മുടെ അണ്ടർപാസിൻ്റെ മുകളിൽ വരെ ഇരുഭാഗത്തും ക്രാഷ് ബാരിയറൊക്കെ വെച്ചിട്ട് ടാറിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട്.
ഇവിടെ കണ്ടോ കംപ്ലീറ്റ് ക്രാഷ് ബാരിയറിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടോ. നല്ല വേഗതയിൽ തന്നെയാണ് വർക്കുകൾ മുന്നോട്ട് പോകുന്നത്. എങ്കിലും ഈ വീഡിയോയിൽ വലിയ കണ്ടൻറ്റ് ഉണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ നമ്മൾ ഈ നമ്മുടെ മിനി പമ്പ, കുറ്റിപ്പുറം മിനി പമ്പ മുതൽ കോഴിക്കോട് തൊണ്ടയാട് വരെ കഴിഞ്ഞ മാസം കാണിച്ചിരുന്നു. അന്ന് കഴിഞ്ഞ മാസം കാണിക്കാത്ത ഭാഗങ്ങളാണ് ഈ ഭാഗങ്ങളൊക്കെ. അപ്പോൾ അതും കൂടി കൂട്ടിച്ചേർത്തിട്ട് നമ്മൾ ഇനി അടുത്ത ജില്ലയിലേക്കാണ് മറ്റന്നാൾ മുതൽ വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കണ്ടോ വലിയ പറമ്പ് നമ്മുടെ അരീത്തോട് ഭാഗത്തൊക്കെ മണ്ണിട്ടുയർത്തുന്ന വർക്കുകളൊക്കെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു മാസം കൊണ്ടൊക്കെ ഇവിടെ മണ്ണിട്ടുയർത്തുന്ന വർക്കുകൾ തീരാൻ തന്നെയാണ് സാധ്യത. നല്ല വേഗതയിൽ തന്നെയാണ് വർക്കുകൾ മുന്നോട്ട് പോകുന്നത്. നല്ല ഐറ്റിൽ തന്നെ പൊന്തിയിട്ടുണ്ട്. പിന്നെ അതാ മമ്പറം റോഡ് ഓവർപാസിൻ്റെ ഭാഗത്തൊക്കെ അതാ കല്ല് വെട്ടിയൊക്കെ ശരിയാക്കണം. അതൊക്കെ സ്വകാര്യ വ്യക്തികളുടെ സ്ഥലം കേട്ടോ. പക്ഷെ നല്ലൊരു കച്ചവട സാധ്യത ഉള്ളൊരു ബിൽഡിംഗ് എടുക്കാൻ പറ്റിയ സ്ഥലമാണ്. കാരണം മമ്പറം മക്കാമിലേക്കൊക്കെ എപ്പോഴും പല ആളുകളും പല സ്ഥലത്തുനിന്നും വരുന്നതാണ്. അപ്പോൾ ദാ ഇതിപ്പോൾ അരീത്തോട് മമ്പറം റോഡ് അണ്ടർപാസിൻ്റെ പുറത്തുനിന്നുള്ള കാഴ്ചകളാണ്. സോറി, പല ഭാഗത്തും അണ്ടർപാസും ഓവർപാസും തമ്മിൽ മാറിപ്പോണ്ട് കേട്ടോ. പിന്നെ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ പറയാനുള്ളത് എന്താ വെച്ചാൽ കഴിഞ്ഞ വീഡിയോ ചേളാരിയുടെ പുതിയ വർക്കുകൾ കാണിക്കുന്ന ഒരു ചെറിയ വീഡിയോ ഇനി. അതിന് മുന്നത്തെ വീഡിയോ കുറ്റിപ്പുറം പാലം മുതൽ ഏകദേശമൊക്കെ നമ്മുടെ വളാഞ്ചേരി ബൈപ്പാസ് തുടങ്ങുന്ന ഒണിയൻ പാലം വരെയുള്ള വീഡിയോ ഇനി. അത് രണ്ടും കാണാത്തവർക്ക് ഞാൻ ഇതിൻ്റെ അവസാനം എൻഡ് സ്ക്രീനിൽ കൊടുക്കുക, അതേപോലെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുക. കാണാത്തവർക്ക് കാണാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയിട്ടോ, അവിടെ വലിയ പറമ്പ് അണ്ടർപാസിൻ്റെ അടുത്തെത്തി. അപ്പോൾ ഒരു സബ്സ്ക്രൈബർ എന്നോട് ചോദിച്ചിരുന്നു ഒരിക്കൽ തലപ്പാറക്കും കുളപ്പുറത്തിനും ഇടയിൽ എവിടെയാണ് മെർജിങ് പോയിൻ്റ് വരിക എന്നുള്ളത്. അപ്പോൾ ഇത് കണ്ടങ്ങൾ ഇവിടെയാണ്. ഇത് സർവീസ് റോഡുമൊക്കെയുള്ള ഈ ഭാഗത്തു നിന്നുള്ള എൻട്രൻസ് ആണ്. അപ്പോൾ ഞാനിവിടെ ഇതിൻ്റെ സൂപ്പർവൈസറോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഈ സർവീസ് റോഡിൻ്റെ ഈ എൻട്രൻസിൽ നിന്ന് തന്നെ നമുക്ക് 6 വരി പാതയിലേക്ക് കയറാനുള്ള എൻട്രൻസും ഉണ്ടാകും എന്നാണ് അറിയിച്ചത്. അപ്പോൾ ആ ഡൗട്ടും ക്ലിയറായി. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ നോക്കിയാൽ അത് വ്യക്തമായിട്ട് മനസ്സിലാവും. ഇനിയിപ്പോൾ ഈ ഭാഗത്ത് ഇങ്ങനെ കട്ട വെച്ച് ഉയർത്തി കൊണ്ടുപോകും. പക്ഷേ ഞാൻ ഈ നിൽക്കുന്ന ഭാഗത്ത് ആയിട്ട് തന്നെ ഉണ്ടാവുള്ളൂ. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഈ നോട്ടീസുകൾ ഒട്ടിച്ചിട്ട് വൃത്തികേടാക്കുന്ന ചുമരുകളൊക്കെ വൃത്തികേടാക്കുന്ന കാര്യം ചർച്ച ചെയ്തിരുന്നു. അതിന് പല ആളുകളും വളരെ മോശമായിട്ടാണ് പ്രതികരിച്ചത്. കാരണം അവരൊക്കെ ഉൾക്കൊള്ളുന്ന സംഘടനകളായിരിക്കും ഒരു പക്ഷേ നോട്ടീസ് ഒട്ടിച്ചത് എന്നുള്ളതാണ് അതിന് കാരണം. ഏത് സംഘടനയായാലും ഏത് പാർട്ടിയായാലും പൊതുസ്ഥലം വൃത്തികേടാക്കുന്നത് തെറ്റാണ്. അത് അവനവൻ്റെ പാർട്ടി അവനവൻ്റെ സംഘടനയായിട്ട് ന്യായീകരിച്ചിട്ടൊന്നും കാര്യമില്ല. അതിനൊരു ന്യായീകരണമില്ല. പൊതുസ്ഥലം വൃത്തികേടാക്കുന്നത് മതപരമായിട്ടും തെറ്റാണ്, സാമൂഹ്യപരമായിട്ടും തെറ്റാണ്, നിയമപരമായിട്ടും തെറ്റാണ്. പിന്നെ അതിന് എന്ത് വെച്ച് ന്യായീകരിച്ചിട്ടും കാര്യമില്ല. അപ്പോൾ ആ ന്യായീകരിക്കണമല്ലോ അവിടെ ന്യായീകരിക്കുക. ഇന്നോട് തെറി പറഞ്ഞാൽ കമൻറ്റിൽ വന്ന് തെറി പറഞ്ഞാൽ ഞാൻ തിരിച്ചും തെറി പറയും. എനിക്കതിനൊരു മടിയില്ല. കാരണം അങ്ങനെ നിങ്ങളെ ഒരു ടീമിൻ്റെ തെറി കേൾക്കേണ്ട ആവശ്യമൊന്നും ഇവിടെ ഇല്ല. പിന്നെ യൂട്യൂബിൽ അങ്ങനെ തെറി പറയാൻ പാടില്ല എന്നുള്ള നിയമമൊന്നുമില്ല. അത് നിങ്ങൾക്ക് യൂട്യൂബിൻ്റെ നിയമത്തിനെ പറ്റി അറിഞ്ഞിട്ടാണ് എന്നോട് തെറി പറഞ്ഞാൽ ഞാൻ തിരിച്ച് തെറി പറയും. കാരണം എനിക്ക് അത്ര സംസ്കാരം കുറച്ച് കമ്മിയുള്ള ഒരാളാണ് ഞാൻ. അങ്ങനെ കൂട്ടിയാൽ മതി. അപ്പോൾ അതാ നമ്മൾ തലപ്പാറ പാടത്ത് എത്തിയിട്ടുണ്ട്. തലപ്പാറ പാടത്ത് വാളിൻ്റെ ഒക്കെ വർക്കുകൾ കഴിഞ്ഞ് ഇപ്പോൾ നമ്മളെ ഡ്രെയിനേജൊക്കെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ തലപ്പാറ ചെറിയ തോടിൻ്റെ നേരെ വരുന്ന പാലത്തിൻ്റെ മുകളിൽ കോൺക്രീറ്റിൻ്റെ വർക്കുകളും ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇനി 2 ഭാഗത്തും സർവീസ് റോഡിൻ്റെ കോൺക്രീറ്റിൻ്റെ വർക്കുകളാണ് നടക്കാനുള്ളത്. അപ്പോൾ ഈ ഭാഗത്തും ഇതേപോലെ തന്നെ വാളിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നീട് നിർത്തി കാണിച്ചു തരാത്ത അത്ര വലിയ അപ്ഡേഷനൊന്നുമില്ല. അത് ലാഗാവും. നമ്മളിങ്ങനെ നേരെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തലപ്പാറ അണ്ടർപാസിൻ്റെ ഭാഗം ഇവിടെ നമ്മൾ ഒരിക്കൽ കാണിച്ചതാണ്. അപ്പോൾ കാര്യങ്ങൾ പറഞ്ഞത് എന്താ വെച്ചാൽ 2007 എൻ്റെ ഓർമ്മ. 2007 ഓർക്കുട്ടിൽ അക്കൗണ്ട് തുടങ്ങിയിട്ട് സോഷ്യൽ മീഡിയയിൽ ഇടപെടൽ തുടങ്ങിയ ആളാണ് ഞാൻ. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പൊതുവെ കേരളത്തിൽ നടക്കണമെന്ന് പറഞ്ഞാൽ വളരെ മോശപ്പെട്ടൊരു ഇടപെടൽ നടക്കുന്ന സ്ഥലമാണ് സോഷ്യൽ മീഡിയ. എന്തും പറയാം, ആരും എന്തും പറയാമെന്നുള്ളൊരു ലെവലിലാണ് സോഷ്യൽ മീഡിയേൻ്റെ മുന്നോട്ട് പോക്ക്. അതിൽ നമ്മൾ തല താത്തി കൊടുത്താൽ നമ്മളെ തലയിൽ കയറിയിട്ട് ഡാൻസ് കളിക്കും. അപ്പോൾ അതെന്തായാലും നടക്കില്ല.
ഞാൻ എന്തെങ്കിലും അങ്ങനത്തെ നെഗറ്റീവായിട്ട് സമൂഹത്തിനോ അല്ലെങ്കിൽ വ്യക്തികൾക്കോ രാഷ്ട്രീയ പാർട്ടികൾക്കോ ബാധിക്കുന്ന തരത്തിൽ എന്തെങ്കിലും പരാമർശങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ അതിന് തിരിച്ചു പറയാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്, അതൊക്കെ ഉറപ്പാണ്. ഞാൻ ഒരു പാർട്ടിനെ അല്ലെങ്കിൽ ഒരു സംഘടനനെ ആരെ ട്രാക്കും പിടിക്കാറില്ല, ആർക്കെതിരെയും പറയാറില്ല, ആർക്കും അനുകൂലിച്ചും പറയാറില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് പൊതുവായിട്ടുള്ള കാര്യമാണ്. ആ കാര്യത്തിൽ പറയാനുള്ള അവകാശം എനിക്കുണ്ട്. അത് തെറ്റാണെന്നുള്ള പറയണത് ശരിയാണെന്നുള്ള 100% ബോധ്യമുണ്ട്. പൊതുസ്ഥലം വൃത്തികേടാക്കൽ തെറ്റാണെന്ന് എല്ലാവർക്കും അറിയണ സംഭവമാണ്. അപ്പോൾ അതിലൊന്നും ഒരു എക്സ്ക്യൂസും തരൂല. നേരെ മറിച്ച് എൻ്റെ അടുത്ത് എന്തെങ്കിലും ഫാൾട്ടുകൾ ഉണ്ടെങ്കിൽ ഞാൻ ഏതെങ്കിലും ആളുകളെ എത്തിക്കാട്ടാൻ എന്തെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിലോ നിങ്ങൾക്ക് അതേ ഭാഷയിൽ തിരിച്ചടിക്കാനുള്ള അവകാശമുണ്ട്. അതല്ലാതെ വെറുതെ തെറി കേട്ട് പെരി പോണ ഒരു പരിപാടിയും പാടില്ല. എന്താണോ കിട്ടുന്നത് ആ അളവിനും തൂക്കത്തിനും തിരിച്ചു കൊടുത്തിട്ടുണ്ട്, അതിലൊരു സംശയവുമില്ല. അപ്പോൾ ഈ ഭാഗമൊക്കെ ഇങ്ങനെ കാണിച്ചു പോകട്ടോ. കാരണം വെളിമുക്ക്, പാലക്കൽ ഭാഗത്തൊക്കെയുള്ള നമ്മുടെ പ്രവാസി സുഹൃത്തുക്കൾക്കൊക്കെ നമ്മളിവിടെ കാര്യമായിട്ട് വർക്കുകളൊക്കെ ഏകദേശമൊക്കെ ഒരു മട്ടത്തിൽ കഴിഞ്ഞ ഭാഗമാണ്. എങ്കിലും നമ്മുടെ നാട്ടിലെ പ്രവാസികൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഭാഗത്തൊക്കെ വീണ്ടും കാണിക്കുന്നത്. അങ്ങനെ പോയാൽ നമുക്ക് പഠിക്കലാണ് നല്ല രീതിയിൽ വർക്ക് നടക്കുന്നത്. പഠിക്കൽ വരെ ഒന്ന് കാണിച്ചു പോകാന്നുള്ള രീതിയിൽ എടുത്തതാണ്. നമ്മൾ വർക്കിൻ്റെ ഒപ്പം ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ ഒരു വീഡിയോ ചെയ്തതിന് നമ്മുടെ കുറ്റിപ്പുറം പാലം മുതൽ ഏകദേശം വളാഞ്ചേരി ബൈപ്പാസ് തുടങ്ങുന്ന ഒനിയൻ പാലം വരെ ചെയ്ത വീഡിയോ ഒക്കെ നോക്കുമ്പോൾ ഒന്നും കൂടെ സ്പീഡിൽ, റിസ്ക്കുള്ള വർക്കാണെങ്കിലും ഒന്നും കൂടെ സ്പീഡിൽ വർക്കുകൾ മുന്നോട്ട് പോകുന്നത് രണ്ടാമത്തെ റീച്ചിലാട്ടോ. അതേപോലെ തന്നെ KNRCക്ക് പല സ്ഥലത്തും തുറന്നു കൊടുത്തിട്ടിപ്പോൾ തുറന്നു കൊടുക്കാറിന് പല ആൾക്കാരെ പുതിയ സ്ഥിരമായിട്ട് തുറന്നു കൊടുക്കുന്നതാണ്. അല്ല, താൽക്കാലികമായിട്ട്. ഇത് ടാറിങ്ങിൻ്റെ ആദ്യഘട്ടം കഴിഞ്ഞിട്ടുള്ളൂ. ഇനി ടാറിങ്ങിൻ്റെ 2 കോട്ട് വരാണ്ട്. പക്ഷേ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഊരാളുങ്കലൊക്കെ ചെയ്ത പോലെ അതല്ലെങ്കിൽ KMC ചെയ്ത പോലെ നല്ല തിരക്ക് കൂടിയ ജംഗ്ഷനുകളിൽ തിരക്ക് കുറക്കാൻ വേണ്ടിയിട്ട് താൽക്കാലികമായിട്ട് തുറന്നു കൊടുക്കുന്ന കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്ത്. ഒന്നാമത്തെ റീച്ചിൽ എവിടെയും തുറന്നു കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. KNRCക്ക് ഒന്നും കൂടിയൊക്കെ എന്ത് ചെയ്യുക, ചേളാരി വെന്നിയൂർ ഭാഗത്തൊക്കെ ഒന്നും കൂടി സ്പീഡാക്കിയിട്ട് തുറന്നു കൊടുത്താൽ ജനങ്ങൾക്ക് വളരെ ഉപകാരമാവും. നല്ല ഗതാഗതക്കുരുക്കാണ് ഈ ഭാഗങ്ങളിൽ അനുഭവപ്പെടുന്നത്. അപ്പോൾ ചേളാരിയൊക്കെ തുറന്നു കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ചേളാരിയൊന്നും ഓവർപാസിൻ്റെ സൈഡിലെ വർക്കൊന്നും കഴിഞ്ഞിട്ടില്ല. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നു. അപ്പോൾ ഇതിപ്പോൾ പുതിയത് വന്നൊരു അണ്ടർപാസ് ആട്ടോ, പടിക്കലിൻ്റെയും പാലക്കലിൻ്റെ ഇടയിൽ. അപ്പോൾ അതിൻ്റെ പകുതി വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഭാഗത്തെ സർവീസ് റോഡ് തുറന്നാലേ പകുതി വർക്കുകൾ ആരംഭിക്കാൻ പറ്റുള്ളൂ. അതിന് ആ ഭാഗത്ത് ജനങ്ങൾക്ക് ചെറിയൊരു വയ്യിൻ്റെ പ്രശ്നമുണ്ട്. അതൊക്കെ ഞാനൊരു വീഡിയോ അതായിട്ട് ചെയ്തിരുന്നു. എന്തായാലും എന്താ തീരുമാനം ഉണ്ടായെന്ന് അറിയില്ല. അവിടെ ആ സൈഡിൽ സർവീസ് റോഡിൻ്റെ വർക്കുകൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ കുറേ പ്രശ്നങ്ങൾ KNRCൻ്റെ മുന്നിലുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ പുതിയ അണ്ടർപാസുകൾ, ഓവർപാസുകൾ ഇടയ്ക്കിടയ്ക്ക് ജനങ്ങൾ സമരം ചെയ്ത് പാസ്സാകുന്നതുകൊണ്ട് തന്നെ പോലെ വർക്കുകൾ നല്ല രീതിയിൽ തന്നെ വൈകിയുണ്ട് എന്നുള്ളത് സത്യമാണ്. എങ്കിലും ഈ ശബരിമല സീസണിലൊക്കെ കുറച്ചുകൂടെയൊക്കെ ജനങ്ങളുമായിട്ട് സഹകരിച്ച് ചില ഭാഗങ്ങളൊക്കെ തുറന്നു കൊടുക്കാമായിരുന്നു. അവരങ്ങനെ പറഞ്ഞും ചെയ്തിനി. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ചിട്ട് തുറന്നു കൊടുക്കുന്ന ഒരു മട്ടും എവിടെയും കാണില്ല. ഇപ്പോൾ നമ്മൾ പടിക്കൽ അണ്ടർപാസിൻ്റെ മുകളിൽ അപ്രോച്ച് റോഡിൻ്റെ മുകളിലെത്തി. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചേളാരി ഈ നമ്മുടെ 2 സൈഡിലെ ക്രാഷ് ബാരിയറിൻ്റെ മുകളിലൊക്കെ ഒരു ടോപ്പ് ഇടുന്നത് കാണിച്ചിനി. അപ്പോൾ അതേപോലുള്ള വർക്കുകളാണ് ഇപ്പോൾ പടിക്കലും നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നീട് പടിക്കൽ നല്ല രീതിയിൽ വർക്ക് എടുക്കണം. അപ്പുറത്താണ് അണ്ടർപാസിൻ്റെ കണ്ട ഇവിടെയൊക്കെ നല്ല ഫിനിഷിങ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ക്രാഷ് ബാരിയറൊക്കെ വർക്കുകൾ എന്താണോ വർക്ക് ചെയ്യാൻ പറ്റിയ വർക്കൊക്കെ ഇവർ അതേമാതിരി ചെയ്തിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. പടിക്കലിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. അഭിപ്രായത്തിൽ ഏകദേശം 1 മാസത്തിൻ്റെ മുകളിലായി കാണും. അതിന് ശേഷം എത്ര ഹൈറ്റിൽ പൊങ്ങിയവിടെ ഭയങ്കര ഹൈറ്റിലാട്ടോ മണ്ണിട്ട് ഉയർത്തുന്നത്. ആ പമ്പ് ഹൗസിൻ്റെ ഈ അണ്ടർപാസും വന്ന് ആ പമ്പ് ഹൗസിൻ്റെ ആ ലെവലിക്കട് വരും. പക്ഷേ നടുവിൽ ചെറിയൊരു തളം ഉണ്ടാവും. അതിൻ്റെ ഹൈറ്റ് കാണണമെങ്കിൽ ആ ബസ്സും ആ വാളും കൂടി വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനിയും ഏകദേശം ഞാൻ നിൽക്കുന്ന ഭാഗത്തേക്കൊക്കെ ഒരാൾ ഹൈറ്റ് ഇനിയും പൊങ്ങാണ്ട് കേട്ടോ ഈ ഭാഗത്തേക്ക്. അപ്പോൾ എത്രത്തോളം ഹൈറ്റ് ഉണ്ടാവുമെന്ന് എൻ്റെ ആലോചിച്ചാൽ മതി. നല്ല ഹൈറ്റിലാണ് ഇവിടെ റോഡ്. നമ്മൾ വിചാരിച്ചിട്ട് ചേളാരിയാണ് തോന ഹൈറ്റ് എന്ന്. പക്ഷേ ചേളാരിയല്ല, ചേളാരിയിലും കൂടുതൽ ഹൈറ്റ് പടിക്കലുണ്ട്. മണ്ണ് എവിടെ നിന്നാണ് വരുന്നതെന്ന് അറിയില്ല. എന്തായാലും മണ്ണിൻ്റെ വർക്കൊക്കെ നല്ല നടക്കുന്നുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും
വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.